പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് 75 വയസ്സ് തികയുന്നു. പ്രധാനമന്ത്രി പദത്തിൽ അദ്ദേഹം 12ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യം മറ്റൊരു പാതയിലാണ്. ആരാധകർക്ക് മോദി ആദരണീയ രാഷ്ട്രീയ ബിംബമാണ്. രാജ്യത്തെ പുരോഗതിയിലേക്കും ഉന്നതിയിലേക്കും നയിക്കുന്ന അക്ഷീണ നായകൻ, രാജ്യങ്ങൾ കാതോർക്കുന്ന ലോക നേതാവ്, 24 മണിക്കൂറും പ്രവർത്തന നിരതനായ കർമ്മയോഗി. എന്നാൽ തീവ്ര ഹിന്ദുത്വ ദേശീയതയിലും ഏകാധിപത്യ സ്വഭാവത്തിലും അധിഷ്ഠിതമായ രീതിയിലേക്ക് മോദിയുടെ കീഴിൽ രാജ്യം പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്ന വിമർശകർ പറയുന്നു. ജനാധിപത്യവും ജനാധിപത്യ സംവിധാനങ്ങളും ഭരണഘടന തന്നെയും അപകടത്തിലാണെന്ന് അവർ വാദിക്കുന്നു. ഏത് രീതിയിൽ വിലയിരുത്തിയാലും രാജ്യചരിത്രത്തിൽ തന്റേതായ മുദ്ര അദ്ദേഹം പതിപ്പിച്ചു കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. പിറന്നാളുകൾക്ക് വലിയ പ്രാധാന്യം മോദി ഒരു കാലത്തും നൽകിയിട്ടില്ല. അദ്ദേഹത്തിന്റെ 75ാം പിറന്നാൾ പാർട്ടി നേതാക്കളുടെയും പ്രവർത്തകരുടെയും ആഘോഷങ്ങളും സേവന പ്രവർത്തനങ്ങളുമായി സാധാരണ മട്ടിൽ കടന്നുപോകുമായിരുന്നു. രണ്ട് കാര്യങ്ങളാണ് മോദിയുടെ 75ാം പിറന്നാളിനെ രാഷ്ട്രീയമായി ശ്രദ്ധേയമാക്കുന്നത്. ഒന്ന്, അദ്ദേഹം ഭരണത്തിൽ വന്നപ്പോൾ BJPയിൽ നടപ്പാക്കിയ പ്രായപരിധി. മറ്റൊന്ന്, RSS സർസംഘചാലക് മോഹൻ ഭാഗവത് മാസങ്ങൾക്ക് മുൻപ് ഒരു സായാഹ്ന ചടങ്ങിൽ നാഗ്പൂരിൽ നടത്തിയ പരാമർശങ്ങൾ. LK അദ്വാനി, മുരളി മനോഹർ ജോഷി തുടങ്ങിയ നേതാക്കൾക്ക് 75 വയസ്സ് പൂർത്തിയായപ്പോൾ വിശ്രമം നിർദ്ദേശിച്ച ചട്ടം മോദി സ്വയം നടപ്പാക്കുമോ എന്ന ചോദ്യം ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചയാകും. മോദിക്ക് പാർട്ടി ഇളവ് നൽകുമോ എന്നും 2029 പൊതു തെരഞ്ഞെടുപ്പിൽ നേതൃത്വം നൽകുമോ എന്നുമുള്ള ചോദ്യങ്ങൾക്ക് അത് വഴി തുറക്കാം. എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിലും മോദി നയിക്കണമെന്ന പൊതുവികാരം പാർട്ടിയിലുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കേരള പ്രണാമത്തിന്റെ പിറന്നാൾ ആശംസകൾ.